വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നൊരു വീഡിയോ വൈറലായിരുന്നു. അപ്പോ വിദ്യാർത്ഥിയെ ന്യായീകരിക്കുന്നതായിട്ടും ഒരുപാട് അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകൻ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകന്റെ സന്തോഷം എനിക്കറിയാം. അപ്പൊ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പൊ അധ്യാപകന് നമ്മൾ എന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോ അധ്യാപകൻ കയർക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പൊ അധ്യാപകന്റെ എന്ന് പറഞ്ഞാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണമെന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അല്ല, ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല. ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ലഹരി വല്ലാത്ത രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ നകുലൻ എത്തിയിട്ടുണ്ട്. നകുലൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള നകുലന്റെ ആ സ്ഥാനത്തിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് പരിവാർ എന്ന ചിത്രത്തിൽ നകുലൻ നൽകിയിരിക്കുന്നത്. നകുലൻ ഇതിനകത്ത് കഥാപാത്രത്തില് നകുലൻ സഹദേവൻ എന്ന് പറഞ്ഞപ്പോൾ അവര് പേഴ്സണലായിട്ട് നകുലന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യാദൃശ്യമായിട്ട് ഞാൻ കേട്ടു. എന്താണ് നകുലനും സഹദേവനുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോ നകുലൻ സഹദേവനെക്കാളും ചേട്ടാ കുറച്ചൊരു സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ കാസ്റ്റിംഗിലാണ് പ്രശാന്ത് അലക്സാണ്ടർ നകുലനായത്, ഞാൻ സഹദേവനായത്. നകുലനെ ഒരു വലിയ കൈയടിയോട് സ്വാഗതം ചെയ്തു. പക്ഷെ ബുദ്ധി കൂടുതൽ സഹദേവനാണ്. ബോഡി സൂക്ഷിച്ചു വെച്ചേക്കുമല്ലോ. അപ്പം എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റി. അത് സത്യമായിട്ടും നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നതാണ് അത്തരം കഥാപാത്രങ്ങള്. വളരെ ഉത്സാഹത്തോടെ നമുക്ക് ഒരുപാട് ആദിയും വേദനകളൊക്കെ ഉണ്ട് പറയാനും. അത് പെട്ടെന്ന് എല്ലാ മനുഷ്യരും കിട്ടുകയും ചെയ്യും. കാരണം എല്ലാവരും സമാനമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം അതാണ്. പക്ഷെ അതുപോലെയല്ല, ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മറന്ന് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു, കുട്ടികൾ പ്രധാനമായിട്ടും അവരെ ചിരിപ്പിച്ചതൊക്കെ വലിയ പാടാണ്. അപ്പോൾ കുറെ നമ്മൾ ഇത്തിരി മുതിർന്നവർക്ക് പണ്ട് മനസ്സിനൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ജഗദീഷേട്ടനായാലും കോമഡി സ്പോർട്സ് കോമഡികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഈ പരിവാറിൽ അങ്ങനെ സ്പോർട്സ് കോമഡികൾ ഡയറക്ടേഴ്സ് പറയാതെ തന്നെ അങ്ങനെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ? അപൂർവം സിറ്റുവേഷൻസിൽ മാത്രം. ഇതിനകത്ത് ഒരു സംഭവം, ഒരു മാനറിസം പോലെ ഒരു സംഭവം ഞങ്ങൾ ആലോചിച്ചിട്ട് ഈ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്തതാണ് സംവിധായകരുമായിട്ട് ഇരുന്നിട്ട്. അത് സംവിധായകർ പറഞ്ഞു ആ കഥാപാത്രത്തിൽ അത് എന്ത് പറയുമ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള